ധ്യാനത്തിൽ താല്പര്യമുള്ള ഒരാൾ ഒരൊറ്റ കാര്യമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. അത് നിരീക്ഷണമാണ്. നിരീക്ഷിക്കുക. നിങ്ങൾ എന്ത് ചെയ്താലും നിരീക്ഷിക്കുക. മനസ്സിലൊരു ചിന്ത വരുമ്പോൾ അതിനെ നിരീക്ഷിക്കുക. നിങ്ങളുടെ മനസ്സിനെ തട്ടിക്കൊണ്ടു പോകാൻ ഒരാഗ്രഹം വരുമ്പോൾ അതിനെ നിരീക്ഷിക്കുക. വളരെ വലുത് മുതൽ ചെറിയ ചെറിയ പ്രവൃത്തികൾ വരെ നിരീക്ഷിക്കുക. നടക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, കുളിക്കുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു സാക്ഷി ഉണ്ടാവട്ടെ. അവനെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കട്ടെ. സംഭവിക്കുന്ന എല്ലാത്തിനെയും നിരീക്ഷിക്കുക. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊരവസരമാണ് നിരീക്ഷിക്കാൻ. നിർഭാഗ്യവശാൽ ഈ ലോകത്ത് ഭൂരിഭാഗം ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നത് പോലും ബോധമില്ലാതെയാണ്. പലരും വളരെയധികം യാന്ത്രികമായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. നിങ്ങളും ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. റോബോട്ടിനെ പോലെ ചവച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രീതിയല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബോധത്തോടെ കഴിക്കുക. നന്നായി ചവച്ച് കഴിക്കുക. അപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ സാക്ഷി എല്ലാം നിരീക്ഷിക്കട്ടെ. രസകരമായ കാര്യം എന്തെന്നാൽ, നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അപ്പോഴാണ് തിരിച്ചറിയുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തുമാത്രം രുചിയുണ്ടെന്ന്. ആദ്യമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ തൃപ്തി എന്നൊരു അനുഭവം ഉണ്ടാവും. ബോധത്തോടെ കഴിച്ചു നോക്കൂ. ബോധത്തോടെ, ശ്രദ്ധയോടെ നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കൂ. ഭക്ഷണത്തിൻ്റെ രുചി തന്നെ മാറുന്നത് കാണാം. ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല, ഏതൊരു ജോലി ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ നിരീക്ഷണം എന്നത് തുടർന്നു കൊണ്ടേയിരിക്കട്ടെ. ജോലി പുറമെ നടന്നുകൊള്ളും. ഉള്ളുകൊണ്ട് നിങ്ങൾ അതിനെ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കുക. ആദ്യമൊക്കെ നിരീക്ഷിക്കുക എന്ന കാര്യം നിങ്ങൾ മറന്നുപോകും. കുറച്ചു നേരം നിരീക്ഷിക്കും, പിന്നെ അത് വിട്ടുപോകും. അതോർത്ത് വിഷമിക്കരുത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ സങ്കടപ്പെടരുത്. ഇത് വളരെ സ്വാഭാവികമായൊരു കാര്യമാണ്. കാരണം ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ജന്മങ്ങളായി നമ്മളെല്ലാവരും ബോധമില്ലാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. ഒരിക്കൽ പോലും ഉള്ളിലേക്ക് നോക്കാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ബോധമില്ലായ്മയിലേക്ക് പോവുക എന്നത് വളരെ സ്വാഭാവികമായ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നിരീക്ഷിക്കുക എന്നത് നമ്മൾ മറന്നു പോകും. ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ നമ്മളത് ഓർക്കുന്നത്. അത് സാരമില്ല. ഇത് സ്വാഭാവികമാണ്. ഇതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ പാടില്ല. ഇതിനെക്കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാനോ ദേഷ്യപ്പെടാനോ പാടില്ല. ഇങ്ങനെ ചെയ്യുന്നത് സമയം വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഞാനൊരു പാപിയാണ്, എനിക്ക് എന്തുകൊണ്ട് ധ്യാനിക്കാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ട് ഇത്ര ഒരു ചെറിയ കാര്യം എന്നെക്കൊണ്ട് പറ്റുന്നില്ല, ഇങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കാൻ പാടില്ല. ഒരല്പനേരമെങ്കിൽ അല്പനേരം നിങ്ങൾക്ക് ബോധത്തോടെ ഇരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവൃത്തികളെ നിരീക്ഷിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. പതുക്കെ പതുക്കെ നിങ്ങളുടെ ബോധത്തിൻ്റെ ആഴം, നിങ്ങളുടെ നിരീക്ഷണത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടേയിരിക്കും. നമുക്കറിയാം, സാധാരണ ഒരു ശീലം പോലും ഇല്ലാതെയാക്കാൻ എത്ര പ്രയാസമാണ്. അപ്പോൾ ഒരുപാട് ജന്മങ്ങളായുള്ളൊരു ശീലം ഇല്ലാതാക്കാൻ എത്ര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ ധ്യാനം നടക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നിരീക്ഷിക്കുക എന്ന കാര്യം മറന്നു പോകുന്നുവെങ്കിൽ വിഷമിക്കേണ്ട. ഓർമ്മ വരുമ്പോൾ വീണ്ടും നിരീക്ഷിക്കാൻ തുടങ്ങുക. ആത്മാർത്ഥമായി കുറച്ചു നേരമെങ്കിലും നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം.